18-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. ഞാൻ അവൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. ദൈവത്തിൻ്റെ ദാസനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 18. അതിൽ താൻ തന്നെ പറയുന്ന ഒരു പ്രസ്താവന അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു എന്നാണ്. ദാവീദ് ദൈവസന്നിധിയിൽ ധാരാളം തെറ്റുകൾ ചെയ്ത ഒരാളാണ്. എന്നാൽ താൻ മടങ്ങി വന്നതിന് ശേഷം, ദൈവത്തിങ്കിലേക്ക് കൃപ പ്രാപിച്ച് മടങ്ങി വന്നതിന് ശേഷം തനിക്ക് ദൈവത്തിന് മുമ്പാകെ പറയാനുള്ള ഒരു കാര്യം, ഞാൻ അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അകൃത്യം ചെയ്യാതെ നമ്മെ തന്നെ കാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്ന് വരികിൽ അത് വലിയൊരു ഭാഗ്യമാണ്. അതായത് മോഹങ്ങൾക്കും ഈ ലോകത്തിലെ ജഡമോഹങ്ങൾക്കും ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾക്കും അനുസരിച്ച് ജീവിക്കാതെ ലോകത്തോട് നോ പറയാനും പാപത്തോട് നോ പറയാനും നമ്മുടെ വാക്കുകൾ കൊണ്ട് പോലും ആർക്കും ഒരു ദോഷം വരുത്താതെ ജീവിക്കുവാൻ ഇടയായി എന്ന് വരികിൽ എത്ര അനുഗ്രഹീതമാണ്. അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു എന്ന് നമുക്ക് ധൈര്യമായി പറയാൻ സാധിക്കുമോ?